ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. എന്താണ് ഞങ്ങളിവിടെ സംഘടിക്കാൻ കാരണമായത് എന്നുള്ളത് ഭരണാധികാരികൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളുണ്ടായത് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ബഹുമാനായ പറവൂർ ടി കെ നാരായണപിള്ള എന്ന തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി, അദ്ദേഹമാണ് 1949-50 കാലഘട്ടങ്ങളിൽ ഗ്രോ മോർ ഫുഡ് പദ്ധതി നടപ്പാക്കിയത്. എന്താ പദ്ധതിയുടെ പ്രത്യേകത? നമ്മുടെ തിരുക്കൊച്ചിയിൽ, നമ്മുടെ കേരളത്തിൽ ഭക്ഷ്യക്ഷാമം മൂലം നൂറുകണക്കിന് ആളുകൾ പട്ടിണി മരണം നടന്ന കാലഘട്ടമുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർക്കണം, ആ ചരിത്രം ഒന്ന് ഓർക്കണം. ഈ സംസ്ഥാനത്ത് പട്ടിണി മരണം ദിനംപ്രതി പത്രമാധ്യമങ്ങളിൽ പട്ടിണി മരണം പെരുകിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭക്ഷ്യക്ഷാമം ലോകം മുഴുവനുണ്ടായി. അന്യ സംസ്ഥാനത്ത് നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കേരളത്തിൽ എത്താതായി. ആ സാഹചര്യത്തിലാണ് അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ള, തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഒരു പദ്ധതി പ്രഖ്യാപിച്ചു, ഗ്രോ മോർ ഫുഡ് പദ്ധതി. എന്താ പദ്ധതിയുടെ പ്രത്യേകത? ഭക്ഷ്യക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കണമെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ കൃഷി ചെയ്യണം. അതിലേക്ക് ഇടുക്കിയിലേക്ക് ഇവിടുന്ന് സന്നദ്ധരായ, ആരോഗ്യമുള്ള, ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ടെത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യത്തിന് ഭൂമിയും കൈക്കാശും അതോടൊപ്പം തന്നെ പണിയായുധങ്ങളും കൊടുത്തു ഇടുക്കിയിലേക്ക് അയച്ചു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പ്രഖ്യാപിച്ചതെന്ന് അന്നത്തെ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ നിങ്ങൾ തിരുക്കൊച്ചിയുടെ പട്ടിണി മാറ്റിയാൽ നിങ്ങൾക്ക് തരുന്ന ഈ ഭൂമി എക്കാലവും നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അധികാര അവകാശമാണോ ഒരു ജന്മിക്കുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാമെന്ന വാഗ്ദാനത്തിന്റെ പേരിലാണ്. നിങ്ങൾക്കറിയുമോ, 48-49 കാലങ്ങളിൽ പോയിട്ടുള്ള, 50 കാലങ്ങളിൽ പോയിട്ടുള്ള എത്രയോ ആളുകൾ പ്രതികൂല കാലാവസ്ഥയിൽ മരിച്ചു പോയിട്ടുണ്ട്, രോഗങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവർ കണക്കാക്കിയത് രാജ്യത്തെ പട്ടിണി മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു. രാജ്യത്തെ പട്ടിണി മാറ്റാൻ വന്ന ഒരു ജനസമൂഹത്തിന് ോടാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ കാണിക്കുന്ന ഈ തെറ്റായ സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ സംഘടിച്ചത്. അതുമാത്രമാണോ, 1954, 55, 56 വർഷങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിൽ കേരളത്തിനെ തമിഴ്നാടിനെ വിഭജിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി. ആ സമയത്ത് ഏറ്റവും കൂടുതൽ തമിഴ് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നത്, ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തു വേണം? അന്നത്തെ മുഖ്യമന്ത്രി പട്ടംതാണുപിള്ള അടക്കമുള്ളവർ നമ്മുടെ ഈ തിരുവിതാംകൂറിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകളെ സ്വാധീനിച്ച് ഇടുക്കി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്തിനു വേണ്ടി? അന്ന് ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കുമ്പോൾ കന്യാകുമാരി തമിഴ്നാടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ ഇടുക്കി എന്ന നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, നമുക്കറിയാം, നമുക്ക് വൈദ്യുതി തരുന്നത്, നമുക്ക് സുഗന്ധദ്രവ്യങ്ങൾ തരുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ആകർഷണമായ ജില്ല, അങ്ങനെയൊക്കെയുള്ള ഈ പ്രദേശം തമിഴ്നാട്ടിലേക്ക് പോകാതിരിക്കുവാൻ പട്ടംതാണുകളുടെ വാക്കുകൾ വിശ്വസിച്ച് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് അവിടേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ ചോരയും ജീവനും കൊടുത്ത് ഇടുക്കിയെ കേരളത്തോടൊപ്പം ചേർത്ത് നിർത്തി. അവിടെ ഭാഷാടിസ്ഥാനത്തിൽ മലയാളികൾ കൂടുതൽ, തമിഴന്മാരെക്കാൾ കൂടുതൽ മലയാളികളുണ്ടായി. അതുകൊണ്ടാണ് 57 വിഭജനം നടന്നപ്പോൾ ഇടുക്കി കേരളത്തിന്റെ ഭാഗമായത്. അങ്ങനെ രാജ്യത്തെ പട്ടിണി മാറ്റിയ വിഭാഗം, ഈ രാജ്യത്തെ ഇടുക്കി ജില്ലയെ കേരളത്തോട് കൂട്ടി നിർത്തിയ വിഭാഗം
അവർക്കാണെന്ന് എല്ലേ പട്ടയത്തിന്റെ പേരിൽ അതിരൂക്ഷമായ കുടിയിറക്കുന്നതിനേക്കാൾ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിയമവുമായി ഈ സർക്കാർ വന്നിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതൊരിക്കലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയുമില്ല. അപ്പൊ ഈ തരത്തിൽ വന്നവർക്കാണ് എല്ലേ പട്ടയം. 1960 പട്ടം താണുള്ള പട്ടയം ആ നിയമം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞത്, ഈ നിയമത്തിൽ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും എല്ലേ പട്ടയത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 64 വന്ന ആർ ശങ്കറിന്റെ മന്ത്രിസഭ പട്ടയമുണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തിയ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർ അതിനകത്തുണ്ടാക്കിയ 1-2 വാക്കുകളാണ് ഇന്ന് പാവപ്പെട്ട സാധാരണക്കാരായ ഇടുക്കി ജില്ലയെ, കേരളത്തെ രക്ഷിച്ച, ഭക്ഷണം തന്ന് പട്ടിണി മാറ്റിയ, ഈ കേരളത്തിനോടൊപ്പം ഇടുക്കി ജില്ലയെ ചേർത്ത് നിർത്തിയ ഇടുക്കി ജില്ലക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമങ്ങളുമായി വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഈ നിയമത്തിൽ പറയുന്നത്, അതായത് ഈ എല്ലേ പട്ടണത്തിൽ പതിച്ചു കിട്ടിയ ഭൂമിയിൽ കെട്ടിടവും അതോടൊപ്പം തന്നെ കൃഷിക്കും ഉപയോഗിക്കാം എന്ന് വെച്ചാൽ 1964 അത് ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നില്ല ഇടുക്കി. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി. എന്ന കാലഘട്ടം മാറി. ഇന്ന് അവരെല്ലാം തന്നെ ആ കാലഘട്ടം മുതൽ തന്നെ റിസോർട്ടുകൾ പണിഞ്ഞു, ഹോട്ടലുകൾ പണിഞ്ഞു, സ്വന്തം വീടുകൾ പോലും പുറത്തുനിന്നുള്ളവർക്ക് ടൂറിസത്തിന് വികസനത്തിന് വേണ്ടി വാടകയ്ക്കാണെങ്കിലും ചെറിയ വാടകയ്ക്കാണെങ്കിലും അങ്ങനെ കൊടുത്തുകൊണ്ട് അവിടെ വികസനവും ടൂറിസം മേഖലയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വന്നു, ഇന്ത്യ മുഴുവൻ കണ്ടു, കേരളം കണ്ടു, ഇടുക്കി കണ്ടിട്ട് എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തെ വിളിക്കാൻ കാരണം ഇടുക്കി ജില്ലയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ലോക ഭൂപടത്തിൽ, ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടുക്കിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. മൂന്നാറിന്, വാഗമൺ, അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇന്ത്യയിലെ താജ്മഹലേക്കാൾ പ്രാധാന്യത്തോടാണ് വിദേശ രാജ്യങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം 1960 മുതൽ ആ പതിച്ചു കിട്ടിയ ഭൂമിയിൽ എന്ത് പ്രവർത്തനം നടത്തുന്നതിനും യാതൊരു വിഘാതവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നമ്മൾ പണിയുന്ന കെട്ടിടങ്ങൾക്ക് സർക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും അതിനനുകൂലമായ എല്ലാ നിയമങ്ങളും എല്ലാ പേപ്പറുകളും ശരിയാക്കി തരികയും എല്ലാ തരത്തിലുള്ള പൈസ അടയ്ക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുകയും ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ അത്തരത്തിൽ വരവെക്കുകയും ചെയ്തു. ഇപ്പോൾ പറയുന്നത് ക്രമവൽക്കരണം വെച്ചാൽ എന്താ? ഇപ്പോ പണി പൂർത്തിയായി കഴിഞ്ഞ കെട്ടിടങ്ങളെ 5% മുതൽ 50% വരെ ഫെയർ വാല്യൂ അടച്ച് അത് ക്രമവൽക്കരിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? ദേവാലയങ്ങളെ ഒഴിവാക്കി, എല്ലാ ദേവാലയങ്ങളെയും ഒഴിവാക്കി. ദേവാലയങ്ങളും പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് 1%, അവരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ എന്ത് വാങ്ങിക്കുക അതിന് 1%. സാധാരണ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ സാധാരണ ജനങ്ങളെ, ഇടുക്കി ജില്ലയിൽ വരുന്ന 99% ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ, അവരുടെ ഭൂമിയുടെ വില കുറയുന്ന തരത്തിൽ. നമുക്കറിയാം ഇന്ന് ഭൂമിയുടെ വില 2012 264% കൂട്ടിയാണ് ഇന്ന് കച്ചവടം നടത്തേണ്ടത്, പ്രമാണം എഴുതേണ്ടത്. അപ്പൊ 1 സെന്റ് ഭൂമിക്ക് 10-15 ലക്ഷം രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന് കോടിക്കണക്കിന് രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. അതിന് ദോഷം എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പണിയുന്ന ഈ കെട്ടിടങ്ങൾക്ക് ഒട്ടനവധി വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകൾക്ക് ഇനി കോടികൾ കൂടി സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ ഇത് ഉപേക്ഷിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ അവരുടെ ജീവിതം ദുസ്സഹമാകും. നമുക്കറിയാം ഭൂമി ഇന്ന് പല പ്രദേശങ്ങളിലും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് വാങ്ങിയിട്ടുള്ള ഭൂമികൾ, പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഭൂമികൾ ഈ നിയമം കാരണം വെറും കാർഷിക ഭൂമിയായി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ.
അവരെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ കേരളത്തെ രക്ഷിക്കുവാൻ, ഇവിടുത്തെ ടൂറിസത്തെ നിലനിർത്തുവാൻ, ഈ പ്രദേശത്തെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കേണ്ട ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണോ ദേവാലയങ്ങൾക്ക് ക്രമവൽക്കരിക്കുന്നത്, ആ തരത്തിൽ ദേവാലയത്തിൽ പോകാൻ മനുഷ്യൻ വേണ്ടേ? മനുഷ്യനില്ല ദേവാലയങ്ങൾ കൊണ്ട് മാത്രമല്ല പ്രയോജനവുമുണ്ടോ? അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും ഖജനാവ് നിറയ്ക്കുന്ന നിയമം, അല്ലാതെ രാജ്യത്തെ ഭൂമിയെ രക്ഷപ്പെടുത്താനല്ല, രാജ്യത്തെ രക്ഷപ്പെടുത്താനല്ല, സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനുള്ള നിയമം, അത് പിൻവലിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്ന അഭിപ്രായത്തോട് യോജിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകണം. എനിക്ക് ഈ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, സഖാവ് EMS 1957 കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തെ കുറിച്ച് അങ്ങ് ഓർക്കണം. അന്ന് കുടിയൊഴിപ്പിക്കൽ നിയമ നിരോധനം പാസാക്കിയ മുഖ്യമന്ത്രിയാണ് CPM-ന്റെ സഖാവ് EMS. ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്തിനാണ് അദ്ദേഹം നിയമം കൊണ്ടുവന്നത്? പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള സംസ്ഥാനത്തെ പാവപ്പെട്ടും സാധാരണക്കാരുമായ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതത്വമാക്കാനാണ്, അവർ കുടിയൊഴുകിപ്പോകാതിരിക്കാനാണ്. ഇതെന്താ നിർമ്മാണ നിരോധനത്തിന് തുല്യമായ നിയമമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പമുള്ള ബിൽഡിങ്ങുകൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇനി എത്ര കോടി മുടക്കിയാലും ആ ബിൽഡിംഗ് നാളെ മാറ്റി പണിയേണ്ടി വരും. പൊളിച്ചു കഴിഞ്ഞ് പുതിയ ബിൽഡിംഗ് പണിയേണ്ടി വരും. ഈ നിയമം അനുസരിച്ച് പണിയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞാൽ ഇടുക്കിയിൽ ഒരു കെട്ടിടങ്ങളും കാണില്ല. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കണം? അങ്ങോട്ട് ഇന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന, ഏറ്റവും വരുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ ടൂറിസം വിജയിക്കുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി. അവിടെ റിസോർട്ടുകളില്ലാത്ത, ഹോട്ടലുകളില്ലാത്ത, ബിൽഡിങ്ങുകളില്ലാത്ത ഒരു ജില്ലയായി മാറിയാൽ എന്തായിരിക്കും ടൂറിസം മേഖലയിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ അവസ്ഥ? അതുകൊണ്ട് നിർബന്ധമായും സഖാവ് EMS-ന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ സംസ്ഥാനത്ത് പട്ടയത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ, പുതിയ നിബന്ധനകൾ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് എല്ലാവർക്കും അവിടെ പട്ടയഭൂമി ലഭിച്ചിട്ടുള്ള പട്ടയഭൂമിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും കൃഷിയും വാസയോഗ്യമായ വീടും എന്നതിനുപരി എന്തു പണിയാനുള്ള സ്വാതന്ത്ര്യം നിരൂപാധികം നൽകണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1961 AKGയുടെ അമരാവതി സമരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം. EMS-ഉം AKGയും ഒക്കെ എങ്ങനെയായിരുന്നു ഇടുക്കി ജില്ലയോട് പെരുമാറിയെന്ന് ചിന്തിക്കണം. ആ അമരാവതി സമരത്തിൽ 2000-ഓളം ആളുകളെയാണ് അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടത്. ഇടുക്കി ഡാമും ജലസേചന പദ്ധതിയൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി അവരെ മാറ്റിപ്പാർപ്പിക്കുകയും അവരുടെ ജീവിത സാഹചര്യം മോശമാകുകയും അവർക്കവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുകയും അവരെ അവിടെ ഒട്ടനവധി ആളുകൾ രോഗം പിടിച്ച് മരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അന്നത് സഖാവ് AKG ഇന്ത്യൻ പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അവിടെ എത്തി, അമരാവതിയിലെത്തി, ഗവൺമെന്റിനോട് പറഞ്ഞു. അന്ന് പട്ടംതാണുവിളിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി PT ചാക്കോയാണ്, ധനകാര്യമന്ത്രി R ശങ്കറാണ്. അവിടെ എത്തിയിട്ട് AKG പ്രഖ്യാപിച്ചു, ഈ പാപങ്ങളോട് നീതി കാണിക്കണം, ഇവരെ ഇറക്കിയത് തെറ്റായ തീരുമാനമാണ്, അതുകൊണ്ട് ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് തയ്യാറായില്ല. അദ്ദേഹം അവിടെ ഇരുന്നു, ആ പാവങ്ങളോടൊപ്പം ഇരുന്നു, ദിവസങ്ങളോളം നിരാഹാരം അനുഷ്ഠിച്ചു. എന്തു പറ്റി? അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായി. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെയും അദ്ദേഹം നിരാഹാരം തുടർന്നു. രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ആ പ്രക്ഷോഭണത്തിന്റെ പരിണിത ഫലമായി അന്നത്തെ ആഭ്യന്തരമന്ത്രി PT ചാക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി AKGയുമായി ചർച്ച നടത്തി. അമരാവതി ഒഴിപ്പിക്കപ്പെട്ട പാവങ്ങൾക്ക് വേണ്ട സഹായം എത്തിച്ചു. അതിനേക്കാൾ ഗുരുതരമായ കുഴപ്പമാണിത്, അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള നിയമമാണിത്. ഈ നിയമത്തിലൂടെ ഇടുക്കി അല്ലാതായി മാറും.
ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, ഈ ദീപം മറ്റുള്ള ജില്ലകളിലേക്കും വ്യാപിക്കാൻ പോവുകയാണ്. പട്ടയം കിട്ടിയ 10,000-കണക്കിന് ആളുകൾ വയനാട് അടക്കമുള്ള ജില്ലകളിലുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെങ്ങുമില്ലാത്ത ഇത്തരം നിയമങ്ങൾ മാറ്റണമെന്നും ശ്രീ AKGയും EMS നൽകിയ പാതയിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഞ്ചരിക്കണമെന്നും റവന്യൂ മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് അങ്ങയെപ്പോലൊരു നേതാവ്. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിൻബലമുള്ള ഇടുക്കി ജില്ലയിൽ ഇത്തരം സാധാരണക്കാരെ ദ്രോഹിക്കുന്ന ഇത്തരം സമീപനവുമായി മുന്നോട്ട് പോകരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായി ബഹുമാനപ്പെട്ട സണ്ണി പൈമ്പള്ളിയും ശ്രീ വിനോദും ഒക്കെ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ സമരത്തോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ഉണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അമരാവതിയിൽ AKG നടത്തിയ സമരം പോലെ ഈ സൂചനാ സമരം കണ്ട് മുഖ്യമന്ത്രിയും ഗവൺമെന്റും നയത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ കേരളത്തിലെ 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശ്രീ AK ഗോപാലൻ നടത്തിയതുപോലെ മരണം വരെയുള്ള നിരാഹാരം നടത്തുവാൻ സംസ്ഥാന പ്രസിഡന്റ് എന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടുത്തി രാജ്യത്തെ പട്ടിണി മാറ്റിയ ഒരു സമൂഹം ഈ രാജ്യത്തോടൊപ്പം കേരളത്തോടൊപ്പം പിടിച്ചു നിർത്തുവാൻ, ഇടുക്കി ജില്ലയെ കേരളത്തിൻ്റെതാക്കി മാറ്റുവാൻ ത്യാഗം സഹിച്ചൊരു ജനവിഭാഗം അവരെ പെരുവഴിയിൽ ഇറക്കി വിടാതെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല കേരള സർക്കാരിനാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ധീരോജ്വലമായ ആത്മവിശ്വാസം നൽകിയ സഖാവ് EMSന്റെ പേരിലും ഞങ്ങൾക്ക് വേണ്ടി മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് പ്രഖ്യാപിച്ച AKGയുടെ പേരിലും ഈ സമരം, സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഈ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി, നമസ്കാരം.